1967 അറബ് ഇസ്രയേലി യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ഭീതി പടരുകയാണ് വീണ്ടും. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ മരണത്തിന്റെ പ്രകമ്പനം സൃഷ്ടിച്ച അലയൊലികൾ കെട്ടടങ്ങും മുൻപേ ലെബനനിൽ ഇസ്രയേൽ കരയാക്രമണം നടത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ കെൽപ്പില്ലാത്ത വിധം ഹിസ്ബുള്ളയെ നിലംപരിശാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ അപ്രഖ്യാപിത ലക്ഷ്യം. ഹിസ്ബുള്ളയെ ഇസ്രയേൽ തൊട്ടപ്പോൾ പക്ഷെ പൊള്ളിയത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ വെറുതെ ഇരുന്നില്ല. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇസ്രയേലികളെ ബങ്കറിൽ ഒളിപ്പിക്കാൻ 1600 കിലോമീറ്റർ അകലെ നിന്ന് ഇറാൻ 180-ലധികം മിസൈലുകൾ അയച്ചു. ജോർദാന്റെ ആകാശത്ത് വെച്ച് ഇവയിലെല്ലാം തന്നെ തടയാൻ കഴിഞ്ഞുവെങ്കിലും ഇറാന്റെ നീക്കത്തിൽ ഇസ്രയേൽ അല്പമെങ്കിലും വിറച്ചുവെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഒടുവിൽ 8 ഇസ്രയേലി സൈനികരുടെ മരണവും. ഇനി ഇതിന്റെ ഒരു തുടക്കം എവിടെ നിന്നാണ് എന്ന് പരിശോധിച്ചാൽ ഇറാന്റെ തണലിൽ വളർന്ന പരിശീലനം നേടിയ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി എന്നീ വിമത സംഘടനകളെ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യലാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. പരസ്പരം ബദ്ധവൈരികളാണ് ഈ ഇസ്രയേലും പറഞ്ഞ വിമതരും. ഇവർ പലപ്പോഴും പരസ്പരം പോരാട്ടം നടത്താറുമുണ്ട്. ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിനെതിരെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ കൂട്ടക്കുരുതി ആരംഭിക്കുന്നത്. ഗാസയിലെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ തലങ്ങും വിലങ്ങും റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു. ഈ സമയത്ത് യമനിലെ ഹൂതി വിമതർ എന്താ ചെയ്തത്? അവർ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്കു കപ്പലുകളെയെല്ലാം കത്തിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ തേരോട്ടം അരയും തലയും മുറുക്കി പ്രതിരോധിക്കുകയാണ് ഈ സായുധ സംഘങ്ങളുടെ ലക്ഷ്യം. ഇറാന്റെ തണലിൽ വളർന്ന പരിശീലനം നേടിയ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി എന്നീ വിമത സംഘടനകളെ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനാണ് ഈ ഇസ്രയേലിന്റെ ലക്ഷ്യം. പരസ്പരം ബദ്ധവൈരികളായ ഇസ്രയേലും ഞാൻ ഈ മേൽ പറഞ്ഞ വിമതരും ഇടയ്ക്കും തലയ്ക്കും നേരിട്ടുള്ള പോരാട്ടങ്ങളും നടത്താറുണ്ട്. ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിനെതിരെയാണ് കഴിഞ്ഞ കൊല്ലം ഒരു ഒക്ടോബർ 7-ന് ഇസ്രയേൽ ഗാസയിൽ കൂട്ടക്കുരുതി ആരംഭിക്കുന്നത്. ഗാസയിലെ ആക്രമണം ശക്തമാക്കിയതോടെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ തലങ്ങും വിലങ്ങും റോക്കറ്റ് ആക്രമണം നടത്തി. ഈ സമയത്ത് യമനിലെ ഹൂതി വിമതരാകട്ടെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ചരക്കു കപ്പലുകൾ ഓരോന്ന് കത്തിക്കാനും ആക്രമിക്കാനും തുടങ്ങി. ഇസ്രയേലിന്റെ തേരോട്ടത്തെ അരയും തലയും മുറുക്കി പ്രതിരോധിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ സായുധ സംഘങ്ങളുടെ ലക്ഷ്യം. മേഖലയിലെ അവരുടെ താല്പര്യവും ഇതുതന്നെ. ഇനി ഇറാൻ എന്താണ് ഇതിൽ പങ്കെന്നല്ലേ? പശ്ചിമേഷ്യയിലെ വരത്തനായാണ് നിലകൊള്ളുന്നത് ഇറാൻ. ഈ മേഖലയിൽ ഇറാന് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഇറാൻ പേർഷ്യനും അറബിയും സംസാരിക്കുന്ന ഷിയ സുന്നി മുസ്ലിങ്ങൾ പാർക്കുന്ന പ്രദേശമാണെന്ന് നമുക്കറിയാം. കാലങ്ങളായി പടിഞ്ഞാറന്മാരുടെ സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞിരിക്കുകയാണെങ്കിലും മേഖലയിലെ സിംഹഭാഗം വരുന്ന പ്രദേശങ്ങളിലെ വിമത ശക്തികൾക്കെല്ലാം സൈനിക പരിശീലനം നൽകുന്നത് ഇറാനാണ്. അതായത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതിയും ഇസ്രയേലിന് നോട്ടപ്പുള്ളികളാകുന്നതും ഇറാന്റെ തണലുകൊണ്ട് അവർ വളരുന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇസ്രയേലുമായി നേരിട്ടൊരു യുദ്ധത്തിന് ഇറാൻ സമീപകാലത്തൊന്നും തയ്യാറാകുന്നില്ല എന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഹമാസ് ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം ആരംഭിച്ചപ്പോഴും തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് ഇറാൻ ചെയ്തത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയ ആയുധ ശേഖരമാണ് ഇറാന്റെ മുതൽക്കൂട്ട്. ഇവർക്ക് ധാരാളം ആണവ നിലയങ്ങളുമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇറാന്റെ ഈ വിഷയത്തിലെ ഒരു സാധ്യത. ഇപ്പോഴത്തെ പുതിയ ആക്രമണം, ഈ 2 ആഴ്ചയായി കാണുന്ന ആക്രമണത്തിന് പിന്നിലത്തെ കാര്യം എന്താണെന്നാൽ 2006-ൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. ഈ പോരാട്ടത്തിൽ കൃത്യമായ വിജയം ആർക്കും അവകാശപ്പെടാനാവാതെ വന്നത് മുതൽ അസ്വസ്ഥമാണ് ഇസ്രയേൽ. യുദ്ധവിജയം തങ്ങൾക്കാണെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രചാരണം. ഇതോടെ ഇതിൽ പൊള്ളിയ ഇസ്രയേൽ അന്ന് മുതലേ ഹിസ്ബുള്ളയെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ദീർഘകാലമായുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ആക്രമണങ്ങളെല്ലാം എന്ന് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഇതിനിടെയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയുടെ സൈനിക സംഘങ്ങളിൽ വരെ ഇസ്രയേൽ സേന നുഴഞ്ഞു കയറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗാസ യുദ്ധം ശക്തമാകുന്നതിനിടെ ഇസ്രയേൽ ലെബനൻ അതിർത്തികളിൽ ഹിസ്ബുള്ളകൾ ആക്രമണം പതിവാക്കി. ലെബനൻ അതിർത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് ഇസ്രയേലികൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അക്കാലത്ത് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയതോടെ തിരിച്ചടിക്കൊരുങ്ങുകയായിരുന്നു ഇസ്രയേൽ. ഇറാൻ മണ്ണിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രയേൽ വധിച്ചതോടെയാണ് തുറന്നുള്ള ഒരു ആക്രമണം ആരംഭിക്കുന്നത്. അതായത് ഈ ഹമാസിന്റെ തലവൻ സ്വാഭാവികമായിട്ടും ഗാസയിലെ ഒരു നേതാവാണ്. ഗാസയിലെ ഒരു നേതാവ് ഇസ്രായേലിന്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു. ഇസ്രായേലിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്നൊളിക്കാൻ
ഫോണുകളുടെ ഉപയോഗം വിലക്കിയ ഹിസ്ബുള്ള തലവൻ, അതായത് ലെബനനിലെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള ആശയവിനിമയം പൂർണ്ണമായും പേജറുകളിലേക്കും വാക്കി ടോക്കികളിലേക്കും മാറ്റിയിരുന്നു. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ലൊക്കേഷനൊന്നും ട്രേസ് ചെയ്ത് പിടിക്കേണ്ട എന്നൊരു സാഹചര്യത്തിലാണ് ഇവർ പേജറുകളിലേക്കും വാക്കി ടോക്കികളിലേക്കും കമ്മ്യൂണിക്കേഷൻ മാറ്റിയത്. ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ഈ പേജറുകളിലും വാക്കി ടോക്കികളിലും ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു. വലിയ ആക്രമണമാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നടത്തിയത്. ഏതാണ്ട് 37-ലധികം പേരാണ് ഈ വാക്കി ടോക്കി ആക്രമണങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്നത്. ഇതിനിടെ സ്വയം രക്ഷ തേടാൻ നസ്രള്ള ശ്രമിക്കുന്നതിനിടെ ബങ്കറിനുള്ളിൽ വെച്ച് നസ്രള്ളയെ കൊലപ്പെടുത്തിയതോടെ സ്ഥിതി സങ്കീർണമായി. നസ്രള്ളയുടെ സുരക്ഷാ സംഘത്തിനുള്ളിൽ വരെ ഇസ്രയേലി ചാരന്മാർ നുഴഞ്ഞു കയറിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പല ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തുവരുന്ന കാര്യം. ഹിസ്ബുള്ളയുടെ നേതൃനിരയെ ഒന്നാകെ തുടച്ചു നീക്കിയാണ് ഇസ്രയേൽ പ്രതികാരം വീട്ടിയത്. കഴിഞ്ഞില്ല, നസ്രള്ളയെ വധിച്ച് തൊട്ടു പിറ്റേന്ന് കരയുദ്ധവും ഇസ്രായേൽ തുടങ്ങി. അതായത് പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളിൽ പതറിയിരിക്കുന്നു, നേതൃനിര ഒന്നാകെ മരിച്ചു വീണിരിക്കുന്നു. ഇതിനിടെ കരയുദ്ധവും ഇസ്രായേൽ ലെബനനിൽ തുടങ്ങുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ലക്ഷ്യം ഇറാനാണോ? ഇറാനിലേക്ക് വന്നാൽ 2024 ഏപ്രിലോടെയാണ് ഇറാനിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് സമീപകാല വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂതി വിമതരെയും ഒതുക്കണമെങ്കിൽ ഇറാനെയാണ് ആദ്യം പിടിക്കേണ്ടതെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്ന് ഈ വർഷം ഏപ്രിലിൽ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. അന്ന് ബ്രിഗേഡിയർ ജനറൽ റാസ സഹേദി അടക്കം നിരവധി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ വെറുതെ ഇരുന്നില്ല, തൽക്ഷണം തന്നെ തിരിച്ചടിച്ചു. ഏതാണ്ട് അതേ സമയത്ത് 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിലേക്ക് ഇറാൻ 300-ലധികം ഡ്രോണുകളാണ് അയച്ചത്. പരമാധികാരത്തിന് അടിയേറ്റാൽ തിരിച്ചടിക്കുക എന്നതാണ് ഇറാന്റെ രീതി. ഇസ്രായേൽ പക്ഷെ തുടരെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സംഘർഷസ്ഥിതി തുടരവേ മെയ് മാസം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, അതായത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് ജൂലൈയിൽ ഹസൻ നസ്രള്ളയുടെ സീനിയർ കമാൻഡറെയും ഇസ്രയേൽ വധിച്ചു. അതായത് ഇറാനെ ലക്ഷ്യമിട്ട് വളരെ ആസൂത്രിതമായ ആക്രമണങ്ങളുടെ ഒരു തുടർ പരമ്പരയായി ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങോട്ട്. മണിക്കൂറുകൾക്കകം ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ ഇറാനിയൻ തലസ്ഥാനത്ത് വെച്ച് ഇസ്രയേൽ വധിച്ചു. ഗാസയിലെ സമാധാനത്തിലേക്ക് ചർച്ചകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഏതാണ്ട് 2-3 മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സമാധാന ചർച്ചകളെ കരുതി ഇറാൻ മൗനം പാലിച്ചു എന്ന് വേണം കരുതാൻ. തിരിച്ചടി ഉണ്ടായില്ല. ഈ സമയമാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത്. ഇറാന്റെ കണ്ണിലുണ്ണിയായ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെ പൂവിറുക്കും പോലെ ഇസ്രയേൽ കൊലപ്പെടുത്തി. കരയുദ്ധം കൂടി തുടങ്ങിയതോടെ ഇറാൻ വെറുതെ ഇരുന്നില്ല. അതായത് ഇത്രയും പ്രകോപനമുണ്ടായി ഗസയിലെ സമാധാന ചർച്ചകളെ കരുതി മിണ്ടാതെ ഇരുന്ന ഇറാൻ ഇത്രയുമായപ്പോൾ, ഹസൻ നസ്രള്ളയുടെ മരണം കൂടി ആയപ്പോൾ വെറുതെ ഇരുന്നില്ല. 180 മിസൈലുകൾ ഇസ്രയേലിലേക്ക് കണ്ണും പൂട്ടിയവർ അയച്ചു. ഇസ്രയേലിന്റെ എയർബേസിൽ അടക്കം ആക്രമണം നടത്തി. ശേഷം തങ്ങൾക്കേറ്റ തിരിച്ചടികൾക്ക് മറുപടി നൽകിയെന്നും ഇനി യുദ്ധത്തിനില്ലെന്നും ഇറാൻ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായി ഇനി ഉയരുന്ന ചോദ്യം ഇനി എന്താ എന്നാണ്. തൽക്കാലം പതുങ്ങിയെങ്കിലും 2006 ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഈ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിം അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ഉപരോധങ്ങളിൽ തകർന്ന ഇറാൻ വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങുമോ എന്നും നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ 180 മിസൈൽ വർഷിച്ചതെന്ന വാർത്തകളും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ ഭരണമാറ്റത്തിനൊപ്പം നിൽക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് ഇസ്രയേലിലെ ഭരണ പ്രതിപക്ഷം ഒരുപോലെ ആവശ്യപ്പെടുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ട്. ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അമേരിക്ക കൂട്ടുനിൽക്കില്ല എന്ന് ബൈഡനും അറിയിച്ചിട്ടുണ്ട്. ഇനി ഇസ്രയേൽ എന്ത് തിരിച്ചടിയാണ് നൽകുന്നത് എന്നതനുസരിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാനം.